എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിന്റെ 8th മൊഡ്യൂളായ 8ാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് ടോപ്പിക്സ് അഥവാ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോ നമ്മളെ മൈക്രോബയോളജി ടോപ്പിക്കാണ് ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ കെമിസ്ട്രി സ്റ്റുഡൻസിന് അത് അത്ര വലിയ ഫെമിലർ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കില്ല. അപ്പോ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ സ്റ്റെറിലൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പോ എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല്? സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല് പ്രോസസ് ബൈ വിച്ച് ആൻ ആർട്ടിക്കിൾ സർഫസ് ഓർ മീഡിയം ഈസ് കംപ്ലീറ്റ്ലി ഫ്രീഡ് ഓഫ് ആൾ ഫോംസ് ഓഫ് മൈക്രോ ഓർഗാനിസം. അതായത് എന്തെങ്കിലും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ സർഫസ് അല്ലെങ്കിൽ ഒരു മീഡിയം മൈക്രോ ഓർഗാനിസംസിൽ നിന്നും കംപ്ലീറ്റ്ലി ഫ്രീ ആക്കുക. അതായത് ഒരു മൈക്രോ ഓർഗാനിസത്തിന് അതിന്റെ വെജിറ്റേറ്റീവ് ഫോം ഉണ്ടായിരിക്കും, അതിന്റെ ഒരു റീപ്രൊഡക്റ്റീവ് ഫോം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ബാക്ടീരിയാസിന്റെ കേസിലാണെങ്കിൽ അതിന് റീപ്രൊഡക്റ്റീവ് ഫോം എന്ന് പറയുന്നത് അതിന്റെ സ്പോർസ് ആണ്. ഓക്കെ, അപ്പോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫോംസ് പ്ലസ് അതിന്റെ സ്പോർ ഫോം അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ പാത്തജൻസ് അല്ല, ഏത് മൈക്രോ ഓർഗാനിസംസ് ആയിക്കോട്ടെ, ഓൾ ഫോംസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് സ്റ്റെറിലന്റ്? ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജന്റിനെയാണ് നമ്മൾ സ്റ്റെറിലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡിസിൻഫെക്ഷൻ? ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓർ കില്ലിംഗ് ഓഫ് പാത്തോജനിക് ഓർഗാനിസംസ്. അതായത് പാത്തോജനിക് ഓർഗാനിസംസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓൺലി ഇൻ ദ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ അതിന്റെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് മാത്രം, അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേറ്റ് അല്ലാതെ അതിന്റെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് മാത്രം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാല്? ഏജന്റ്സ് യൂഷ്വലി കെമിക്കൽസ് ടു ക്യാരി ഔട്ട് ഡിസിൻഫെക്ഷൻ. ഡിസിൻഫെക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയേ ഉള്ളൂ. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ആൾ ഫോംസ് ഓഫ് മൈക്രോ ഓർഗാനിസം. എല്ലാ മൈക്രോ ഓർഗാനിസത്തെയും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല്. ദെൻ വേറൊരു പോയിന്റും കൂടി ഉണ്ട്. സ്റ്റെറിലൈസേഷനിൽ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് വെജിറ്റേറ്റീവ് ഫോംസും നമ്മൾ റിമൂവ് ചെയ്യും, അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫോംസും അതും നമ്മൾ, അതായത് സ്പോർ ഫോമും നമ്മൾ അതിൽ റിമൂവ് ചെയ്യും. എന്നാൽ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തെ മാത്രം റിമൂവ് ചെയ്യുന്നതാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? അതിന്റെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ആൾ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓർ കില്ലിംഗ് ഓഫ് പാത്തോജനിക് ഓർഗാനിസംസ്. പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തെ മാത്രം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷനിലെ നമ്മൾ വെജിറ്റേറ്റീവ് സ്റ്റേജ്, അതിന്റെ വെജിറ്റേറ്റീവ് സ്റ്റേജ് മാത്രമാണ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻസിനെ അല്ലെങ്കിൽ കെമിക്കൽസിനെ സ്റ്റെറിലന്റ് എന്ന് പറയും. ദെൻ ഡിസിൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റെറിലൈസേഷൻ, എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് മനസ്സിലായല്ലോ? അത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, എന്തിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? എന്താണ് അതിന്റെ ആവശ്യകത? ടു പ്രിവെന്റ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻ.
അതായത് ഡിസീസിന്റെ ട്രാൻസ്മിഷൻ, ഡിസീസിന്റെയും ഇൻഫെക്ഷന്റെയും ഒക്കെ ആ ഒരു ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് അൺഡിസറബിൾ മൈക്രോ ഓർഗാനിസംസ്, അൺഡിസറബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ കണ്ടാമിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ എന്താണ്, ടു പ്രിവെന്റ് ഡിറ്റീരിയോറേഷൻ ആൻഡ് സ്പോയിലേജ് ഓഫ് മെറ്റീരിയൽ. ഇപ്പൊ നമ്മുടെ ഫുഡിന്റെ കേസിലാണെങ്കിലൊക്കെ അതിന്റെ സ്പോയിലേജും അതിന്റെ ഡിറ്റീരിയോറേഷനും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല് റിമൂവൽ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ്. ഓക്കെ, അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ വെജിറ്റേറ്റീവ് സ്റ്റേജും അതിന്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജും അല്ലെങ്കിൽ സ്പോർ സ്റ്റേജും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. പാത്തോജൻസിനെ മാത്രമല്ല, ഓൾ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തെ മാത്രം നമ്മൾ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ടേമും അതിന്റെ ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ എന്താണ് ഡിസിൻഫെക്റ്റന്റ് വേഴ്സസ് ആന്റിസെപ്റ്റിക്? ഡിസിൻഫെക്റ്റന്റും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആന്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റന്റ്. അപ്പൊ ഈ ആന്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റന്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന്. ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആന്റി മൈക്രോബിയൽ ഏജന്റിനെയാണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ജീവനില്ലാത്ത ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ലിവിങ് ടിഷ്യൂസിൽ നമ്മൾ ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് എന്ത് പറയുന്നത്? ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലാണെങ്കിൽ അത് ഡിസിൻഫെക്റ്റന്റ് ആണ്. ദെൻ ലിവിങ് ടിഷ്യൂസിലാണെങ്കിൽ അതെന്താണ്? ആന്റിസെപ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ കുറച്ച് ടേംസ് ആണ്. എന്താണ് ബാക്ടീരിയസിഡൽ എന്ന് പറഞ്ഞാല്? ബാക്ടീരിയസിഡൽ എന്ന് പറഞ്ഞാൽ കിൽസ് ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയയെ കിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാക്ടീരിയസിഡൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ബാക്ടീരിയസ്റ്റാറ്റിക്? നമ്മൾ രണ്ടും തമ്മിൽ, ആ സിഡൽ എന്ന് പറഞ്ഞ ടേമും സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ടേമും നമ്മൾ മനസ്സിലാക്കണം. ബാക്ടീരിയസിഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ടീരിയയെ കിൽ ചെയ്യാം. ഓക്കെ, ദെൻ ബാക്ടീരിയസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹിബിറ്റ് ദ ബാക്ടീരിയൽ ഗ്രോത്ത്. ആ ബാക്ടീരിയൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനെയാണ് ബാക്ടീരിയസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഫംഗിസിഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗസിനെ കിൽ ചെയ്യുന്ന പ്രോസസ്സാണ് ഫംഗിസിഡൽ എന്ന് പറയുന്നത്. ദെൻ ഫംഗിസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹിബിറ്റ് ദ ഫംഗസ് ഗ്രോത്ത്. അതുപോലെ ആൽജിസിഡൽ ഉണ്ട്, ആൽജിസ്റ്റാറ്റിക് ഉണ്ട്. ഓക്കെ, അപ്പൊ സിഡൽ എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ആണ്, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യണം. അവിടെ കിൽ ചെയ്യുന്നില്ല, പകരം അതിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് സ്റ്റെറിലൈസേഷൻ, എന്താണ് ഡിസിൻഫെക്ഷൻ, എന്താണ് ഡിസിൻഫെക്റ്റന്റ്, എന്താണ് ആന്റിസെപ്റ്റിക്? ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ടിഷ്യൂസിൽ. ഓക്കെ, അപ്പോ ദെൻ എന്താണ് ബാക്ടീരിയസിഡൽ എന്താണ്, സ്റ്റാറ്റിക് എന്താണ്, അതിന് കുറച്ച് ടേംസ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ നമ്മൾ നമ്മുടെ സിലബസിലേക്ക് കടക്കുകയാണ്. മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ, നമ്മുടെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അപ്പൊ 2 ടൈപ്സ് മെത്തേഡ്സ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡ്സും ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഫിസിക്കൽ മെത്തേഡ്സ്? നമ്മുടെ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്? നമ്മൾ സൺലൈറ്റ് യൂസ് ചെയ്യും, ദെൻ ഹീറ്റ്, റേഡിയേഷൻ, ഫിൽട്രേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദെൻ കെമിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണ്? എഥിലീൻ ഓക്സൈഡ് ഗ്യാസ്, ഫോർമാൽഡിഹൈഡ്, ബീറ്റ പ്രൊപ്പിയോ ലാക്ടോൺ, ഗ്ലൂട്ടറാൽഡിഹൈഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കെമിക്കൽ മെത്തേഡ്സ്. ദെൻ ഫിസിക്കൽ മെത്തേഡ്സും ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിസിക്കൽ മെത്തേഡ്സിനെ കുറിച്ചാണ്. ഫിസിക്കൽ മെത്തേഡ്സിലെ ഫസ്റ്റ് ടൈപ്പ് ഏതാണ്? സൺലൈറ്റ്.
നമുക്ക് എല്ലാവർക്കും അറിയാം സൺലൈറ്റ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ കഴുകി നമ്മൾ ഉണങ്ങുക എന്നുള്ള പ്രോസസ്സ് മാത്രമല്ല, അവിടെ നമ്മുടെ സൺലൈറ്റിന്റെ ചൂട് കൊണ്ടിട്ട് അവിടെ ബാക്ടീരിയാസ് അവിടെ കിൽ ചെയ്തു പോവാണ്. ഓക്കെ, അപ്പൊ സൺലൈറ്റ് ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എ ബാക്ടീരിയസിഡൽ ഡ്യൂ ടു പ്രസൻസ് ഓഫ് യു വി റേസ്. ഓക്കെ, നമ്മുടെ സൺലൈറ്റിൽ എന്തുണ്ട്? യു വി റേസ് ഉണ്ട്. അപ്പൊ ആ യു വി റേസിന്റെ പ്രസൻസ് കാരണം അവിടെ ബാക്ടീരിയസിഡൽ ആണ്. എന്താണ് ബാക്ടീരിയസിഡൽ എന്ന് പറഞ്ഞാല്? ബാക്ടീരിയാസിനെ കിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ബാക്ടീരിയസിഡൽ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ സൺലൈറ്റിൽ എന്താണ്? ഇൻ പ്രസൻസ് ഓഫ് യു വി റൈസ് ബാക്ടീരിയസിഡൽ ആണ് അവിടെ നടക്കുന്നത്. ദെൻ നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സൺലൈറ്റ്. ഓക്കെ, അപ്പൊ സൺലൈറ്റ് എന്താണ്? ബാക്ടീരിയസിഡൽ ഡ്യൂ ടു പ്രസൻസ് ഓഫ് യു വി റേസ്. യു വി റേസിന്റെ പ്രസൻസ് കാരണം ഒരു ബാക്ടീരിയസിഡൽ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. നാച്ചുറൽ പ്രോസസ് ആണ്. then എന്താണ്? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. അപ്പൊ സൺലൈറ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ അടുത്ത ഫിസിക്കൽ പ്രോസസ് ഏതാണ് സ്റ്റെറിലൈസേഷനിൽ വരുന്നത്? സെക്കൻഡ് ടൈപ്പ് ആണ് ഹീറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് ടേംസ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ഹീറ്റ് എങ്ങനെയാണ് ഒരു മൈക്രോ ഓർഗാനിസത്തെ കിൽ ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിന്റെ അതിലുള്ള എൻസൈംസ് ഉണ്ടാവും, എൻസൈംസ് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ഡീനാച്ചർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കില്ലായി പോകും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഹീറ്റ് അവിടെ വർക്ക് ആവുന്നത്? വർക്ക്സ് ബൈ ഡീനാച്ചുറിങ് എൻസൈംസ് ആൻഡ് പ്രോട്ടീൻസ്. എൻസൈംസിനെയും പ്രോട്ടീൻസിനെയും ഡീനാച്ചുർ ചെയ്യുന്നു. അങ്ങനെയാണ് ഹീറ്റ് ഒരു മൈക്രോ ഓർഗാനിസത്തെ കിൽ ചെയ്യുന്നത്. ഈ കുറച്ച് ടേംസ് നമ്മൾ ഓർത്തു വെക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അപ്പൊ ഇത് ഓരോന്നും എന്താന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? തെർമൽ ഡെത്ത് പോയിന്റ് അഥവാ TDP. ഓക്കെ, അപ്പൊ എന്താണ് തെർമൽ ഡെത്ത് പോയിന്റ്? ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓൾ മൈക്രോ ഓർഗാനിസം ഇൻ എ ലിക്വിഡ് കൾച്ചർ ആർ കിൽഡ് ഇൻ 10 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ 10 മിനിറ്റ്സിൽ നമ്മുടെ ഒരു ലിക്വിഡ് കൾച്ചറിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസം കിൽ ചെയ്യാൻ വേണ്ട ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ് തെർമൽ ഡെത്ത് പോയിന്റ് അഥവാ TDP എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് TDP എന്ന് പറഞ്ഞാല്? 10 മിനിറ്റ്സിൽ നമ്മുടെ ഒരു ലിക്വിഡ് കൾച്ചറിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസം കിൽ ചെയ്യാൻ വേണ്ട ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ തെർമൽ ഡെത്ത് പോയിന്റ് അഥവാ TDP എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ തെർമൽ ഡെത്ത് ടൈം അഥവാ TDT. എന്താണ് തെർമൽ ഡെത്ത് ടൈം എന്ന് പറഞ്ഞാൽ? മിനിമം ലെങ്ത് ഓഫ് ടൈം in which all microorganisms in a liquid culture are killed at a given temperature. Okay, അപ്പോ ഒരു given ടെമ്പറേച്ചറിൽ, അതായത് ഒരു ലിക്വിഡ് കൾച്ചറിലെ എല്ലാ മൈക്രോ ഓർഗാനിസം കിൽ ചെയ്യാൻ വേണ്ട മിനിമം ലെങ്ത് ഓഫ് ടൈം ആണ് തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ തെർമൽ ഡെത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ്. അതായത് ലിക്വിഡ് കൾച്ചറിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസംസും 10 മിനിറ്റ്സിനുള്ളിൽ കിൽ ചെയ്യാൻ വേണ്ട ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണ് തെർമൽ ഡെത്ത് പോയിന്റ്. തെർമൽ ഡെത്ത് ടൈം എന്ന് പറഞ്ഞാൽ മിനിമം ലെങ്ത് ഓഫ് ടൈം. ഓക്കെ, എല്ലാ മൈക്രോ ഓർഗാനിസവും കിൽ ചെയ്യാൻ വേണ്ട മിനിമം ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മൾ തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത്. ദെൻ ഡെസിമൽ റിഡക്ഷൻ ടൈം. ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എത്ര പെർസെന്റേജ് ആണ് ഒരു ഡെസിമൽ റിഡക്ഷൻ ടൈമിൽ അവിടെ മൈക്രോ ഓർഗാനിസംസ് കിൽ ചെയ്തു പോകുന്നതെന്ന്. എന്താണ്? ടൈം ടു കിൽ 90% or 1 log unit of a population at a given temperature. ഒരു given ടെമ്പറേച്ചറിൽ അതിന്റെ 90% കില്ല് നടക്കാൻ വേണ്ട ടൈമിനെയാണ് ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, 90% ആണ്. ഓക്കെ, അപ്പൊ എക്സാമിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ? 50%, 100%, 90% എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ 90% കില്ല് നടക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് എന്ത്? ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹീറ്റിന്റെ കാര്യങ്ങൾ ഇത്രയാണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഓഫ് ഹീറ്റ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ?
അപ്പോ ഇതൊക്കെ പ്രത്യേകം ഓർത്ത് വെക്കുക. എന്താണ് TDP, എന്താണ് TDT, എന്താണ് ഡി ടൈം എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, ഡെസിമൽ റിഡക്ഷൻ ടൈമിന് നമ്മൾ ഡി ടൈം കൂടി പറയും. 90% കില്ലാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? ദെൻ ഹീറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുകയാണ്. 2 ടൈപ്സ് ഉണ്ട് സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡ്രൈ ഹീറ്റ് നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യും. സെക്കൻഡ് ടൈപ്പ് മോയിസ്റ്റ് ഹീറ്റ്. ഇനി ഡ്രൈ ഹീറ്റിന്റെ ആപ്ലിക്കേഷൻസ് ആണ് അവിടെ നമ്മൾ റെഡ് ഹീറ്റ്, ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ, ഈ ടേംസ് ഒക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ ഡ്രൈ ഹീറ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഡ്രൈ ഹീറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റെഡ് ഹീറ്റ്, ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ. ഓക്കെ, ദെൻ മോയിസ്റ്റ് ഹീറ്റിൽ എന്തൊക്കെയാണ്? ഓട്ടോക്ലേവ്, ടിൻഡലൈസേഷൻ, ഇൻസ്പിസേഷൻ. ഓക്കെ, ഇതൊക്കെ ഓരോ ടൈംസ് നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ഫസ്റ്റ് ടൈം ഡ്രൈ ഹീറ്റിൽ വരുന്ന റെഡ് ഹീറ്റ്. ഓക്കെ, എന്താണ് റെഡ് ഹീറ്റ് എന്ന് പറഞ്ഞാല്? സ്റ്റെറിലൈസേഷൻ ഈസ് ഡൺ ബൈ ഹോൾഡിംഗ് മെറ്റീരിയൽസ് ഇൻ എ ബൺസൺ ബേർണർ ഫ്ലെയിം അണ്ടിൽ ദേ ബിക്കം റെഡ് ഹോട്ട്. നമ്മളെ ലാബിലൊക്കെ ഉള്ള ബൺസൺ ബേർണർ ഫ്ലെയിം ഉണ്ടല്ലോ, നമ്മളെ ബേർണർ ഉണ്ടല്ലോ, ആ ബേർണറിൽ വെച്ചിട്ട് റെഡ് ഹീറ്റ് ആകുന്നവരെ നമ്മുടെ മെറ്റീരിയൽസിനെ ഹോൾഡ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ് ആണ് റെഡ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ അങ്ങനെ ബൺസൺ ബേർണർ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡ് ഹീറ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റെറിലൈസേഷൻ, ഇനോക്കുലേഷൻ വയർ, നമ്മുടെ ഇനോക്കുലേഷൻ വയർ ലൂപ്സ്, ദെൻ ടിപ്സ് ഓഫ് ഫോർസെപ്സ് ആൻഡ് സ്പാച്ചുലാസ്, അതായത് നമ്മുടെ ഫോർസെപ്സിന്റെ ടിപ്സ്, ദെൻ സ്പാച്ചുലാസ്, ദെൻ വയർ ലൂപ്പ്, ഇനോക്കുലേഷൻ വയർ, ഇതൊക്കെ സ്റ്റെറിലൈസ് നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? നമ്മുടെ ബൺസൺ ബർണർ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റെഡ് ഹീറ്റ് ആകുന്ന വരെ ഹീറ്റ് ചെയ്യും, റെഡ് കളർ ആവുന്ന വരെ ഹീറ്റ് ചെയ്യുക. അപ്പൊ അത് സ്റ്റെറിലൈസ് ആകും. ഓക്കെ, അപ്പൊ അതാണ് റെഡ് ഹീറ്റ്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ഫ്ലെയിമിങ്. ഓക്കെ, ഫ്ലെയിമിങ്ങിൽ എന്താണ്? മെത്തേഡ് ഓഫ് പാസിംഗ് ആർട്ടിക്കിൾസ് ഓവർ എ ഫ്ലെയിം. ഫ്ലെയിമിലൂടെ നമ്മൾ ആർട്ടിക്കിൾസ് ഇങ്ങനെ പാസ് ചെയ്യാം. അവിടെ റെഡ് ഹീറ്റ് ആവേണ്ട, ജസ്റ്റ് പാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ പാസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിമിങ് വഴി സ്റ്റെറിലൈസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? നെക്ക് ഓഫ് ഫ്ലാസ്ക്സ്, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ആ ഫ്ലാസ്ക്സ്, ദെൻ മൗത്ത് ഓഫ് കൾച്ചർ ട്യൂബ്സിന്റെ മൗത്ത്, ദെൻ ഗ്ലാസ് സ്ലൈഡ്സ്, കവർ സ്ലിപ്സ്, ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? നമ്മുടെ ഫ്ലെയിമിംഗ് വഴിയാണ്. എന്താണ് ചെയ്യുന്നത് അവിടെ? ഫ്ലെയിമിങ്ങിലൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിമിലൂടെ പാസ് ചെയ്യുക. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ നെക്ക് ഓഫ് ഫ്ലാസ്ക്, മൗത്ത് ഓഫ് കൾച്ചർ ട്യൂബ്സ്, ഗ്ലാസ് സ്ലൈഡ്സ്, കവർ സ്ലിപ്സ്, ഇതൊക്കെ അങ്ങനെ സ്റ്റെറിലൈസ് ആകും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്റ്റെറിലൈസേഷനിൽ ഫിസിക്കൽ പ്രോസസ്സും ഉണ്ട്, കെമിക്കൽ പ്രോസസ്സും ഉണ്ട്. ഫിസിക്കൽ പ്രോസസ്സിൽ നമ്മൾ സൺലൈറ്റിനെ കുറിച്ച് പറഞ്ഞു, ഹീറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഹീറ്റിന്റെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഹീറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? റെഡ് ഹീറ്റ് ഉണ്ട്, ഫ്ലെയിമിംഗ് ഉണ്ട്, ദെൻ ഹോട്ട് എയർ ഓവൻ ഉണ്ട് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ റെഡ് ഹീറ്റിൽ നമ്മൾ എന്താണ്? ബർണറിൽ വെച്ചിട്ട് റെഡ് കളർ ആവുന്ന വരെ അത് ഹീറ്റ് ചെയ്യുക. നമ്മൾ വയർ ലൂപ്സ്, നമ്മുടെ ഫോർസെപ്സിന്റെ ടിപ്സ്, സ്പാച്ചുലാസ് ഒക്കെയാണ് റെഡ് ഹീറ്റ് വഴി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ദെൻ ഫ്ലെയിമിങ്ങിൽ എന്താണ്? അവിടെ റെഡ് ഹീറ്റ് ആവേണ്ട, പകരം എന്താണ്? ജസ്റ്റ് ഫ്ലെയിമിലൂടെ പാസ് ചെയ്യുക. അപ്പൊ നെക്ക് ഓഫ് ഫ്ലാസ്ക്സ്, നമ്മുടെ മൗത്ത് ഓഫ് കൾച്ചർ ട്യൂബ്സ്, ഗ്ലാസ് സ്ലൈഡ്സ്, കവർ സ്ലിപ്സ് ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്ലെയിമിംഗ് വഴിയാണ്. ഓക്കെ, അപ്പൊ ഇത് റെഡ് ഹീറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫ്ലെയിമിംഗിൽ ഏതൊക്കെയാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ ഇൻസിനറേഷൻ. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കത്തിച്ച് കളയുക. നമുക്കത് തിരിച്ചു കിട്ടാത്ത വിധം അതിനെ കത്തിച്ച് ആഷസ് ആക്കി കളയുന്നതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഇൻസിനറേറ്റർ. ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു സ്റ്റെറിലൈസ് ഹസാർഡസ് ഇൻഫെക്ഷ്യസ് ഹോസ്പിറ്റൽ വേസ്റ്റ്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ വേസ്റ്റിനെ അതിനെ കത്തിച്ച് കളയാം. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയാണ്? നമ്മൾ ഇൻഫെക്റ്റഡ് ബെഡിങ്സ്, ക്ലിനിക്കൽ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ അതിനെ ബേൺ ചെയ്ത് ആഷസ് ആക്കി മാറ്റുക. ഒരു ഇൻസിനറേറ്റർ യൂസ് ചെയ്ത് ബേൺ ചെയ്ത് ആഷസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്താണ്? ഇൻസിനറേറ്റർ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ വേസ്റ്റ്, ഹസാർഡസ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ വേസ്റ്റ് ഒക്കെയാണ് നമ്മൾ അങ്ങനെ ഇൻസിനറേഷൻ വഴി സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ,
ദെൻ അടുത്തതാണ് ഹോട്ട് എയർ സ്റ്റെറിലൈസേഷൻ. ഹോട്ട് എയർ സ്റ്റെറിലൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹോട്ട് എയർ ഓവൺ. ഓക്കെ, അപ്പൊ ഹോട്ട് എയർ ഓവണിൽ എന്താണ്, എ ഡബിൾ വാൾഡ് ഇന്നർ ആൻഡ് ഔട്ടർ, രണ്ടൊരു ഡബിൾ വാൾഡ് ആണ്, ഒരു ഇന്നർ ആൻഡ് ഔട്ടർ വാൾസ് ഉണ്ടായിരിക്കും. ദെൻ ഇൻസ്ട്രുമെന്റ് പ്രൊട്ടക്റ്റഡ് വിത്ത് ആസ്ബെറ്റോസ് ഷീറ്റ് ടു അവോയ്ഡ് ഹീറ്റ് ലോസ്. അവിടെ ഹീറ്റ് ലോസ് നടക്കാതിരിക്കാൻ വേണ്ടി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആസ്ബെറ്റോസ് ഷീറ്റ്സ് ഉണ്ടായിരിക്കും, ഒരു ഡബിൾ വാൾഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, തെർമോസ്റ്റാറ്റ് ആൻഡ് ടൈമർ ആർ പ്രസന്റ്. ആ ഇൻസ്ട്രുമെന്റിൽ എന്തുണ്ടായിരിക്കും, നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും, ദെൻ ടൈമർ ഉണ്ടായിരിക്കും. ദെൻ കോണിക്കൽ ഫ്ലാസ്ക്, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക്, ബീക്കേഴ്സ്, പെട്രി ഡിഷസ്, പിപ്പറ്റ്സ്, ഓയിൽസ് ആൻഡ് പൗഡേഴ്സ്. അപ്പൊ ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോട്ട് എയർ ഓവൺ എന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹോട്ട് എയർ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹോട്ട് എയർ ഓവൺ. അതൊരു ഡബിൾ വാൾഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിന് ഹീറ്റ് ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മൾ ആസ്ബെറ്റോസ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാകും. ദെൻ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്, അതിനൊരു ടൈമർ ഉണ്ടായിരിക്കും. ദെൻ എന്താണ്, നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക്, ബീക്കേഴ്സ്, പെട്രി ഡിഷസ്, പിപ്പറ്റ്സ് ആൻഡ് ഓയിൽസ് ഒക്കെ നമ്മൾ, പൗഡേഴ്സ്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, ഹോട്ട് എയർ ഓവൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ, ഒന്ന് റിപ്ലൈ തരൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ ഹോട്ട് എയർ ഓവനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലാസ് വെയേഴ്സ്. ഓക്കെ, നമ്മുടെ ഗ്ലാസ് വെയേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്. ഗ്ലാസ് വെയേഴ്സ് സച്ച് ആസ് ടെസ്റ്റ് ട്യൂബ്സ്, കോണിക്കൽ ഫ്ലാസ്ക്, പെട്രി പ്ലേറ്റ്സ്, പിപ്പറ്റ്സ്, മെഷറിംഗ് സിലിണ്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ ഹോട്ട് എയർ ഓവൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ദെൻ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള നീഡിൽസ്, കാനുലെ, ഫോഴ്സെപ്സ്, സിസേഴ്സ്, സ്കാൽപ്പൽസ്, ഇതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ദെൻ ഓയിൽസ്, പെട്രോളിയം ജെല്ലി, വാക്സസ് ആൻഡ് ലിക്വിഡ് പാരഫിൻ, പൗഡേഴ്സ്, ടാൽക്സ് പൗഡേഴ്സ്, ഡസ്റ്റിംഗ് പൗഡേഴ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഹോട്ട് എയർ ഓവൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇതൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ദെൻ മെയിൻ ആയിട്ട് അതിന്റെ ടെമ്പറേച്ചർ, നമ്മൾ കോമൺ ആയിട്ട് ഹോട്ട് എയർ ഓവനിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്, 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഏകദേശം ഈ 160 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേക്കും അതിലുള്ള ഏകദേശം മൈക്രോ ഓർഗാനിസംസ് എല്ലാം തന്നെ എന്തായി പോയിട്ടുണ്ടാകും, കില്ലായി പോയിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഹോട്ട് എയർ ഓവനിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്, 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രൈ ഹീറ്റിൽ നമ്മളിപ്പോ ഫ്ലെയിമിംഗ് പറഞ്ഞു, റെഡ് ഹോട്ട് പറഞ്ഞു, ഹോട്ട് എയർ ഓവൻ പറഞ്ഞു. ഓക്കെ, ഇതിനടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളിവിടെ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്തു. അപ്പൊ ഈ ഹോട്ട് എയർ ഓവനിൽ വെച്ച ആ ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെറിലൈസ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പോ ആ ഒരു 160 ഡിഗ്രി ടെമ്പറേച്ചർ ആവണം. ഓക്കെ, 160 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആയാൽ മാത്രമേ അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് കില്ലായി പോകുകയുള്ളൂ. അപ്പൊ ആ ഒരു ടെമ്പറേച്ചർ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, നമുക്കിപ്പോ തെർമോമീറ്റർ വെച്ചിട്ട് യൂസ് ചെയ്യാം, അതൊരു മെത്തേഡ് ആണ്. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് മെത്തേഡ്സ് ആണ് കെമിക്കൽ കൺട്രോൾ മെത്തേഡും ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കെമിക്കൽ കൺട്രോളിൽ എന്താണ് വരുന്നത്, ഒരു ബ്രൗൺസ് ട്യൂബ്, അതാണ് ഒരു മെത്തേഡ്. ഈ ബ്രൗൺ ട്യൂബിൽ എന്താണ്, കളർ ചേഞ്ച് ഫ്രം റെഡ് ടു ഗ്രീൻ. നമ്മുടെ ഈ ബ്രൗൺ ട്യൂബ് നമ്മൾ ആ ഇൻസ്ട്രുമെന്റിൽ വെക്കും. അപ്പൊ എന്താണ്, ആദ്യം അതൊരു റെഡ് കളർ ആയിരിക്കും. ദെൻ 160 ഡിഗ്രി ടെമ്പറേച്ചർ എത്തിയാൽ എന്തായി മാറും, അത് ഗ്രീൻ കളറായി മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ട്യൂബ് അതിൽ പ്ലേസ് ചെയ്യുക. അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ആ ട്യൂബിന്റെ കളർ റെഡ് ടു ഗ്രീൻ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ നടന്നു. ഓക്കെ, 160 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ അത് എത്തി, അവിടെ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ നടന്നു എന്നാണ് അവിടെ അതിനുള്ള ഇൻഡിക്കേഷൻ. ഓക്കെ, ദെൻ എന്താണ് ബയോളജിക്കൽ, സെക്കൻഡ് കൺട്രോൾ ഏതാണ്, ബയോളജിക്കൽ കൺട്രോൾ ആണ്. അവിടെ നമ്മൾ എന്താണ് യൂസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്,
പേപ്പർ സ്ട്രിപ്സ് കണ്ടെയ്നിങ് സ്പോർസ് ഓഫ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ, ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയന്റെ സ്പോർസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ സ്പോർസ് ഒരു പേപ്പർ സ്ട്രിപ്പിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റു മെറ്റീരിയൽസിന്റെ കൂടെ നമ്മൾ അത് ഈ ഓവനിൽ വെക്കും. ഓക്കെ, ദെൻ ഓവനിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കൾച്ചർ ചെയ്യും. കൾച്ചർ ഇൻ തയോഗ്ലൈക്കൊളേറ്റ് ബ്രോത്ത്. അപ്പൊ തയോഗ്ലൈക്കൊളേറ്റ് ബ്രോത്തിൽ വെച്ച് അത് കൾച്ചർ ചെയ്തിട്ട് അവിടെ എന്താണ്, കൾച്ചർ ചെയ്തിട്ട് ആ ഒരു ഗ്രോത്ത് ഇൻ മീഡിയം, നമ്മുടെ മീഡിയത്തിൽ വെച്ചിട്ട് അതിനെ ഗ്രോത്ത് ചെയ്യിക്കും. അങ്ങനെ ഗ്രോത്ത് ചെയ്യിച്ചിട്ട് അത് ആ ഗ്രോത്ത് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഫെയിലിയർ ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. ഓക്കെ, അവിടെ ബാക്ടീരിയ എന്താണ്, ഫുള്ളായിട്ട് പോയിട്ടില്ല എന്നർത്ഥം. അപ്പൊ അതെന്താവും, ഗ്രോത്ത് ആകും. അപ്പൊ അതെന്താണ്, നമ്മുടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടില്ല എന്നാണ് അർത്ഥം. ഒരു പ്രാവശ്യം കൂടി പറയാം. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറഞ്ഞാൽ എന്താണ്, 160°C ടെമ്പറേച്ചർ ആകുമ്പോൾ അത് കില്ലായി പോണം. അതവിടെ ഇങ്ങനെ കില്ലായിട്ടില്ലെങ്കിൽ അത് എന്താണ്, നമ്മൾ ഒരു ബ്രോത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ വെച്ച് അത് എന്തായി മാറും, അത് ഗ്രോ ചെയ്യും. അങ്ങനെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്റ്റെറിലൈസേഷൻ ഫെയിലിയർ ആയി എന്നാണ് അർത്ഥം. അവിടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ടില്ല എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണ്, ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ടൈപ്പ് ആണ്. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ഡ്രൈ ഹീറ്റ് മെത്തേഡ്സ് പറഞ്ഞു, ഏതൊക്കെയാണ് അതിന്റെ മെത്തേഡ്സ് പറഞ്ഞു, then ഹോട്ട് എയർ ഓവനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ സ്റ്റെറിലൈസേഷൻ കൺട്രോളിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ദെൻ അടുത്ത ടൈപ്പ് ആണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, എങ്ങനെയാണ് ഒരു മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ മൈക്രോ ഓർഗാനിസത്തെ കിൽ ചെയ്യുന്നത്, എങ്ങനെയാണ്, ഡീനാച്ചുറേഷൻ ആൻഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ. മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻസിനെ അത് ഡീനാച്ചുർ ചെയ്യും, ദെൻ അതവിടെ കൊയാഗുലേഷൻ നടക്കും. അങ്ങനെ എന്താണ്, ആ മൈക്രോ ഓർഗാനിസം കില്ലായി പോകും. ദെൻ എന്താണ്, ഡീനാച്ചുറേഷൻ ഓഫ് എൻസൈം, അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിലുള്ള എൻസൈംസിനെ ഡീനാച്ചുർ ചെയ്യും. ദെൻ കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ, അതിലുള്ള പ്രോട്ടീനെ കൊയാഗുലേറ്റ് ചെയ്യും. അപ്പൊ 3 മെത്തേഡ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ ആണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്ന 3 ടൈപ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ടൈപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇൻസ്പിസേഷൻ. ഇൻസ്പിസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, സ്റ്റീം ബിലോ 100°C. 100°C മോയിസ്റ്റ് ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീമിന് കൊടുത്തിട്ടാണുള്ള പ്രോസസ് ആണ് ഇൻസ്പിസേഷൻ. ദെൻ സ്റ്റീം അറ്റ് 100° ആണെങ്കിൽ അതിനെന്താണ് പറയാ, ടിൻഡലൈസേഷൻ. സ്റ്റീം എബോവ് 100° ആണെങ്കിൽ അവിടെ എന്താണ്, ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ പ്രോസസ് ആണ് നമ്മൾ നടക്കുക. ഓക്കെ, അപ്പൊ ഇത് 3 ഓർത്ത് വെക്കുക, അതിന്റെ ടെമ്പറേച്ചർ ഓർത്ത് വെക്കുക. സ്റ്റീം ബിലോ 100° ആണെങ്കിൽ ഇൻസ്പിസേഷൻ, സ്റ്റീം അറ്റ് 100° ആണെങ്കിൽ ടിൻഡലൈസേഷൻ, സ്റ്റീം എബോവ് 100° ആണെങ്കിൽ എന്താണ്, ഓട്ടോക്ലേവ്. ഓക്കെ ആണല്ലോ, പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഫിസിക്കൽ പ്രോസസ് ആണ്. അതിലെ ഫസ്റ്റ് വൺ സൺലൈറ്റിനെ കുറിച്ച് പറഞ്ഞു, ദെൻ ഡ്രൈ ഹീറ്റിനെ കുറിച്ച് പറഞ്ഞു, ദെൻ മോയിസ്റ്റ് ഹീറ്റ് ആണ് പറയുന്നത്. മോയിസ്റ്റ് ഹീറ്റിലുള്ള ടൈപ്സ് ആണ് പറയുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, ഇൻസ്പിസേഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ദെൻ എന്താണ് ഫസ്റ്റ് വൺ, ഇൻസ്പിസേഷൻ. ഇൻസ്പിസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഇൻസ്പിസേറ്റർ. ഓക്കെ, ഇൻസ്പിസേഷൻ എങ്ങനെയാണ്, സ്റ്റീം ബിലോ 100°C ആണ്. ഓക്കെ, അപ്പൊ ഇൻസ്പിസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ ചില മീഡിയാസ് ഉണ്ടായിരിക്കും നമുക്ക് അധികം ടെമ്പറേച്ചർ കൊടുക്കാൻ പറ്റാത്ത മീഡിയംസ്, നമ്മുടെ എഗ് മീഡിയംസ്, ദെൻ സീറം മീഡിയംസ്. ഇതിനൊക്കെ അധികം കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താൽ എന്തായി പോകും, അത് കൊയാഗുലേറ്റ് ചെയ്തത് നാശമായി പോകും. ഓക്കെ, അപ്പൊ അത്തരം മീഡിയാസിൽ നമ്മൾ ബിലോ 100°, വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത്തരം മീഡിയാസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻസ്പിസേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രോസസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്ട്രുമെന്റ് എന്താണ്, ഇൻസ്പിസേറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ്. ദെൻ ഏതൊക്കെ മീഡിയാസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്പിസേഷൻ യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ടു സ്റ്റെറിലൈസ് കൾച്ചർ മീഡിയ സച്ച് എസ് സീറം ഓർ എഗ് മീഡിയം. അതായത് ലോവൻസ്റ്റെയിൻ ജെൻസൺ മീഡിയം, അതൊരു മീഡിയത്തിന്റെ പേരാണ്. എഗ് മീഡിയം വരുന്നൊരു പേരാണ് ലോവൻസ്റ്റെയിൻ ജെൻസ് മീഡിയം ആൻഡ് ലോഫ്ലേഴ്സ് സീറം സ്ലോപ്പ് ആൻഡ് ഡോർസെറ്റ്സ് എഗ് മീഡിയം. ഓക്കെ, അപ്പൊ ലോവൻസ്റ്റെയിൻ ജെൻസ് മീഡിയം, ലോഫ്ലേഴ്സ് സീറം സ്ലോപ്പ് മീഡിയം, ദെൻ ഡോർസെറ്റ്സ് എഗ് മീഡിയം. അപ്പൊ ഈ മീഡിയാസ്,
അപ്പൊ ഇതിലൊക്കെ എഗ്, സീറം ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ എക്സാമിന് ഇത് ഓപ്ഷൻസ് തരും കേട്ടോ. ഇത്രയും മീഡിയാസിന്റെ പേര് തന്നിട്ട് അവിടെ ഇൻസ്പിസേഷൻ ആണോ, ടിൻഡലൈസേഷൻ ആണോ, ഓട്ടോക്ലേവ് ആണോ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഏതൊക്കെ മീഡിയാസ് ആണ്, വൺസ് അഗൈൻ ഒന്ന് പറഞ്ഞു നോക്കൂ, ഏതൊക്കെ മീഡിയാസ് ആണ് ഇൻസ്പിസേഷൻ വഴി സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കുക. ഏതൊക്കെയാണ്? സീറം ഓർ എഗ് മീഡിയം, അതായത് ലോവസ്റ്റൈൻസ് ജെൻസ് മീഡിയം, ലോഫ്ലേഴ്സ് സീറം സ്ലോപ്പ് ആൻഡ് ഡോർസെറ്റ്സ് എഗ് മീഡിയ. ഓക്കെ, അപ്പൊ ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഇൻസ്പിസേഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് മീഡിയ വിച്ച് കണ്ടെയ്ൻ എഗ് ആൻഡ് സീറം. എഗ്ഗും സീറം ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന മീഡിയത്തിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. then ഇവിടെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ടെമ്പറേച്ചർ എത്രയാണ്? 80 to 85 degrees Celsius for half an hour on 3 consecutive days. ഓക്കെ, 80 to 85 degrees Celsius ടെമ്പറേച്ചർ ആണ് ഹാഫ് ആൻ അവർ ഓൺ 3 consecutive days. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സാധാരണ എന്താണ് നമ്മുടെ ഈ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ നടക്കണമെങ്കിൽ, മൈക്രോ ഓർഗാനിസം സ്കിൽ ചെയ്ത് പോവണമെങ്കിൽ ഒരു എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് എന്തായാലും വേണം. പക്ഷേ നമ്മളിവിടെ എത്ര യൂസ് ചെയ്യുന്നുള്ളൂ? 80 to 85 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും എങ്ങനെയാണ് അവിടെ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്? അപ്പൊ അതാണ് പറയുന്നത്, ദ ഫസ്റ്റ് എക്സ്പോഷർ കിൽസ് വെജിറ്റേറ്റീവ് ഫോംസ്. നമ്മുടെ ഈ ബാക്ടീരിയാസിനൊക്കെ വെജിറ്റേറ്റീവ് ഫോംസും ഉണ്ടായിരിക്കും, അതിന്റെ ഒരു സ്പോർ ഫോംസും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫോംസും ഉണ്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്മുടെ ഹീറ്റിന്റെ എക്സ്പോഷർ വഴി എന്തായിരിക്കും? അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസ് ഒക്കെ കില്ലായി പോകും. ഓക്കെ, ദെൻ എന്താണ് ആ മീഡിയത്തിൽ ബാക്കി എന്തുണ്ടായിരിക്കും? അതിന്റെ സ്പോർ ഫോംസ് ഉണ്ടായിരിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഈ സ്പോർസ് എന്തായി മാറും? അത് ജെർമിനേറ്റ് ചെയ്തിട്ട് അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസ് ആയി മാറും. അങ്ങനെ വെജിറ്റേറ്റീവ് ഫോംസ് ആയി മാറിയിട്ട് വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ ഈ സ്പോർസ് ഒക്കെ പിന്നെ വെജിറ്റേറ്റീവ് ഫോംസ് ആയി മാറി. അങ്ങനെ ഈ പിന്നെ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? അതൊക്കെ അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസ് ഒക്കെ പിന്നെ കില്ലായി പോകും. അങ്ങനെയാണ് അത് കില്ലായി പോകുന്നത്. ആദ്യം വെജിറ്റേറ്റീവ് ഫോംസ് കിൽ ചെയ്യും, ദെൻ അതിലുള്ള സ്പോർസ് എന്തായി മാറും? ജെർമിനേറ്റ് ചെയ്തിട്ട് വെജിറ്റേറ്റീവ് ഫോംസ് ആയി മാറും, ദെൻ അത് അങ്ങനെ അതിനെ കില്ലാക്കും. ഓക്കെ, അങ്ങനെ സബ്സിക്വന്റ് ഹീറ്റിംഗ് കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ അവിടെ നടത്തുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ദെൻ അപ്പോ നമ്മൾ ഇൻസ്പിസേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇൻസ്പിസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് ഇൻസ്പിസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഇൻസ്പിസേറ്റർ ആണ്. എഗ്ഗും സീറം അതൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന മീഡിയാസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എക്സ്പോഷർ ഓഫ് ഹീറ്റിൽ അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസ് കിൽ ചെയ്യും, ദെൻ വീണ്ടും അതിന്റെ സ്പോർസ് ജെർമിനേറ്റ് ചെയ്യും മീഡിയത്തില്, ദെൻ വീണ്ടും ആ ജെർമിനേറ്റ് ചെയ്ത വെജിറ്റേറ്റീവ് ഫോംസിനെ സബ്സിക്വന്റ് ഹീറ്റിംഗ് വഴി കിൽ ചെയ്ത് കംപ്ലീറ്റ് 100% സ്റ്റെറിലൈസേഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. ഓക്കെ, ദെൻ എന്താണ് സെക്കൻഡ് ടൈപ്പ്? എന്താണ്? ടിൻഡലൈസേഷൻ. ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ നടത്തുന്ന സ്റ്റെറിലൈസേഷൻ ആണ് ടിൻഡലൈസേഷൻ. ഓക്കെ, അപ്പൊ ഇതൊരു മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസിങ് മെത്തേഡ് ആണ്. ദെൻ ഇതിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ ഓർ ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ്. ഓക്കെ, ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ എന്നും ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ് എന്നും മറ്റൊരു പേരുണ്ട് ഇതിന്. then ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ജോൺ ടിൻഡാൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ടിൻഡലൈസേഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഷുഗർ, ഏതൊക്കെ ഷുഗർ മീഡിയ അല്ലെങ്കിൽ ജലാറ്റിനും ഷുഗർ ഒക്കെ അടങ്ങിയിട്ടുള്ള മീഡിയാസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ. ഈ മീഡിയാസിന് കൾച്ചർ മീഡിയത്തിനാണ് പറയുന്നത് കേട്ടോ, കൾച്ചർ മീഡിയാസ്. ഓക്കെ, അപ്പൊ ഇത്തരം മീഡിയകളെ ഷുഗർ മീഡിയം, ജലാറ്റിൻ മീഡിയം ഇതൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മീഡിയത്തിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടിൻഡലൈസേഷൻ പ്രോസസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ഓൺ 3 സക്സസീവ് ഡേയ്സ്. ഓക്കെ, മറ്റൊരിടത്ത് എബോവ് 100 ഡിഗ്രി ആയിരുന്നു, സോറി, ഇൻസ്പിസേഷനിൽ നമ്മൾ 80 to 85 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആയിരുന്നു. ടിൻഡലൈസേഷൻ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ
30 minutes on 3 successive days. It doesn't ensure complete sterility, but it is enough for the removal of pathogenic microbes and some spores. Okay, ഇവിടെ 100% എന്താണ് സ്റ്റെറിലിറ്റി പറയുന്നില്ല. എന്നിരുന്നാലും നമുക്ക് പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തെയും ദെൻ അതിന്റെ കുറച്ച് സ്പോർട്സിനെയൊക്കെ നമുക്ക് ഇതുവഴി എന്താണ് സ്റ്റെറിലൈസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഷുഗർ ആൻഡ് ജെലാറ്റിൻ മീഡിയാസിനെയാണ്. ഓക്കെ, ദെൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? കോച്ച് അർണോൾഡ് സ്റ്റീമർ. ഓക്കെ, കോച്ച് അർണോൾഡ് സ്റ്റീമർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ ഇവിടെ ടിൻഡലൈസേഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടിൻഡലൈസേഷൻ ഓക്കെ ആയില്ലേ? നമ്മളിപ്പോ മോയിസ്റ്റ് ഹീറ്റിൽ ഇൻസ്പിസേഷൻ പറഞ്ഞു, ടിൻഡലൈസേഷൻ പറഞ്ഞു. ഓക്കെ, ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് എന്താണ്? ഒരു സ്റ്റീം സ്റ്റെറിലൈസർ ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഓട്ടോക്ലേവിന്റെ പ്രത്യേകത എന്താണ്? അതെന്താണ്? മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്. ബിക്കോസ് ഇറ്റ് കാൻ ഡിസ്ട്രോയ് ആൾ മൈക്രോബിയൽ ഫോംസ്. ഏകദേശം എല്ലാ മൈക്രോബിയൽ ഫോംസിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ എന്തിനുള്ള കഴിവുണ്ട്? ഓട്ടോക്ലേവിനുള്ള കഴിവുണ്ട്. ഓട്ടോക്ലേവ് ഇൻസ്ട്രുമെന്റ് ഈസ് പ്രഷറൈസ്ഡ് ആൻഡ് ഫിൽഡ് വിത്ത് സ്റ്റീം. ഇവിടെ നമ്മുടെ ഏകദേശം ഒരു പ്രഷർ കുക്കറിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ നടക്കുന്നത്. എന്താണ്? ഈ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിൽ പ്രഷർ നമ്മൾ നന്നായിട്ട് ഇതിനെ പ്രഷറൈസ് ചെയ്യും. അങ്ങനെ പ്രഷറൈസ് ആൻഡ് സ്റ്റീം വെച്ചിട്ട് അതിനെ പ്രഷറൈസ് ചെയ്യും. അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് എന്തായി മാറും? ഒരു ക്ലോസ്ഡ് വെസലിൽ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്താണ്? അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും അല്ലേ? അങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക വഴിയാണ് നമ്മൾ ഓട്ടോക്ലേവിൽ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. അതിലെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ദെൻ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ, ഓട്ടോക്ലേവിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 SI പ്രഷർ കൊടുക്കും. അങ്ങനെ 50 SI പ്രഷറിൽ അവിടെ എന്തായി മാറും? ടെമ്പറേച്ചർ 121 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 SI പ്രഷർ. ഇവിടെ നോക്കൂ, ഇപ്പൊ 5 SI പ്രഷർ ആണെങ്കിൽ 108 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കുക. ദെൻ പ്രഷർ വീണ്ടും കൂട്ടുക. എന്താണ്? 10 SI ആണെങ്കിൽ അവിടെ 115.5 ടെമ്പറേച്ചർ ആയിരിക്കും, ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആയിരിക്കും. ദെൻ 15 SI ആണെങ്കിൽ അവിടെ 121.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആയിരിക്കും. ദെൻ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 15 SI പ്രഷറിൽ 121.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് സഫിഷ്യന്റ് ടു കിൽ all the vegetative and spores of the microorganism. Okay, മൈക്രോ ഓർഗാനിസത്തിന്റെ എല്ലാ all the vegetative സ്റ്റേറ്റും അതിന്റെ സ്പോർ സ്റ്റേറ്റും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ ഈ ഓട്ടോക്ലേവ് മെത്തേഡ് വഴി കഴിയും. ദെൻ സ്റ്റീംസ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് കൂളർ സർഫസ് കണ്ടൻസേഷൻ ഒക്കെ. ഓക്കെ, ദെൻ എന്തായി മാറും? ഈ സ്റ്റീംസ് നമ്മൾ കൂൾ ചെയ്ത് കണ്ടൻസേഷൻ വഴി കൂൾ ചെയ്യും. ഓക്കെ, അപ്പോ ഓട്ടോക്ലേവിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? ഈ ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. 121.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? 15 SI പ്രഷർ ആണ്. ഏകദേശം നമ്മുടെ ഒരു പ്രഷർ കുക്കറിന്റെ പ്രിൻസിപ്പിൾ ആണ്. പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് അതിനുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഇതൊരു വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിന്റെ മൈക്രോ ഓർഗാനിസത്തിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസും അതിന്റെ സ്പോർ സ്റ്റേജ് ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. then എന്തൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഡ്രസ്സിങ്സ് ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. സർജിക്കൽ ഡ്രസ്സിങ്ങും സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെറിലൈസിങ് ആർട്ടിക്കിൾസ് മെയ്ഡ് അപ്പ് ഓഫ് റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്. ഓക്കെ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കൾച്ചർ മീഡിയ, ദെൻ ഡൈല്യൂഷൻ ബ്ലാങ്ക്സ്. ഓക്കെ, അപ്പൊ കൾച്ചർ മീഡിയാസ്, ഡൈല്യൂഷൻ ബ്ലാങ്ക്സ്, റബ്ബർ ആർട്ടിക്കിൾസ്, പ്ലാസ്റ്റിക്സ്, ഗ്ലാസ്. ഓക്കെ, സർജിക്കൽ ഡ്രസ്സിങ്സ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇവയെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓട്ടോക്ലേവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു ഓട്ടോക്ലേവിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഏകദേശം നമ്മളൊരു പ്രഷർ കുക്കറിന്റെ പോലെയാണ് അല്ലേ? ഓക്കെ, ദെൻ ഓട്ടോക്ലേവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ആണ് പറയുന്നത്. ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 121.5 ഡിഗ്രി സെൽഷ്യസ് ഇൻ
15 psi pressure. ഓക്കെ, അപ്പൊ അതില് ആ ഒരു ടെമ്പറേച്ചർ എത്തിയോ, അവിടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന കെമിക്കൽ മെത്തേഡ് എന്താണ്? ബ്രൗൺസ് ട്യൂബ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്താണ്? സ്പോർസ് ഓഫ് ബാസിലസ് സ്റ്റിയറോതെർമോഫിലസ്. ഓക്കെ, ഏതാണ് യൂസ് ചെയ്യുന്നത്? ബാസിലസ് സ്റ്റിയറസ് തെർമോഫിലസ് ആണ് എന്ന് പറഞ്ഞ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളവിടെ ഹോട്ട് എയർ ഓവനിൽ ഏതായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ഒന്ന് പറഞ്ഞേ, ഏതായിരുന്നു അവിടെ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏതായിരുന്നു? ഏതിന്റെ സ്പോർസ് ആയിരുന്നു? ക്ലോസ്ട്രിഡിയം ടെറ്റനി ആയിരുന്നു. ഓക്കെ, അവിടെ യൂസ് ചെയ്ത ടെമ്പറേച്ചർ എത്രയായിരുന്നു? 160°C ആയിരുന്നു ഹോട്ട് എയർ ഓവന്റെ ടെമ്പറേച്ചർ. അവിടെ യൂസ് ചെയ്തിരുന്ന ബയോളജിക്കൽ കൺട്രോളിൽ യൂസ് ചെയ്തിരുന്ന ഏതിന്റെ സ്പോർസ്, ഏത് മൈക്രോ ഓർഗാനിസം ആണ് നമ്മുടെ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്? ക്ലോസ്ട്രിഡിയം ടെറ്റനി ആയിരുന്നു. ഓക്കെ ആണല്ലോ, ഓർമ്മയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ഓട്ടോക്ലേവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 121.5°C ആണ് അവിടെ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കൺട്രോൾ. ഏതാണ്? ബാസിലസ് സ്റ്റിയറോതെർമോഫിലസ്. അപ്പൊ ഈ ബാസിലസ് സ്റ്റിയറോതെർമോഫിലസ് എന്താണ്? അത്രയും, അതായത് ടഫസ്റ്റ് ഓർഗാനിസം ഫോർ ആൻ ഓട്ടോക്ലേവ് ടു ഡിസ്ട്രോയ്. അപ്പോ ഈ ബാസിലസ് സ്റ്റിയറോതെർമോഫിലസ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ മാത്രം അത് ഡിസ്ട്രോ ചെയ്യുന്ന ഒരു ഓർഗാനിസം ആണ്. അപ്പൊ ആ ഒരു ഓർഗാനിസം ഡിസ്ട്രോ ആയിരിക്കുന്നെങ്കിൽ അവിടെ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ നടന്നു എന്നാണ് ഇതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കൺട്രോൾ ഏതാണ്? ബാസിലസ് സ്റ്റിയറോതെർമോഫിലസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ഈ ബാക്ടീരിയയുടെ നെയിം ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത മറ്റൊരു മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ആണ് ബോയിലിംഗ് വാട്ടർ. ബോയിലിംഗ് വാട്ടർ വഴി നമുക്ക് അതിനെ എന്താണ് കിൽസ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ, സെൽ, ഫംഗൈ ആൻഡ് മെനി വൈറസസ്. ഓക്കെ, നമുക്ക് മെനി വൈറസസിനെയും ഫംഗൈനൊക്കെ ബാക്ടീരിയാസിനൊക്കെ അതിന്റെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ആണ് ബോയിലിംഗ് വാട്ടർ എന്ന് പറയുന്നത്. നോട്ട് എഫക്റ്റീവ് ഫോർ എൻഡോസ്പോർസ് ആൻഡ് സം വൈറസസ്. ഓക്കെ, അപ്പോൾ ചില വൈറസ് ഒന്നും നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി ബോയിലിംഗ് വാട്ടർ കഴിയില്ല. അതുപോലെ തന്നെ അതിന്റെ സ്പോർ സ്റ്റേറ്റിൽ നമുക്ക് അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ദെൻ ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറഞ്ഞാൽ അതിനെ ഇതാക്കാൻ വേണ്ടി നമ്മൾ എത്ര ബോയിൽ ചെയ്യണം? 20 minutes ബോയിൽ ചെയ്യണം. ദെൻ സം സ്പോർസ് മേ സർവൈവ് ബോയിലിംഗ് വാട്ടർ ഫോർ അപ് ടു 20 hours. ചിലത് എന്താണ്, നമ്മൾ 20 hours നമ്മൾ ബോയിൽ ചെയ്യണം. ഓക്കെ, അപ്പോ ബോയിലിംഗ് വാട്ടറിൽ അത് 20 hours വരെ സർവൈവ് ചെയ്യുന്ന ചില സ്പോർട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ബോയിലിംഗ് വാട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് അടുത്ത മറ്റൊരു മെത്തേഡാണ് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ആണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാല്? റിമൂവൽ ഓഫ് അൺഡിസൈഡ് മൈക്രോ ഓർഗാനിസം ബൈ ഹീറ്റിംഗ് അറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ബെനിഫിഷ്യൽ മൈക്രോ ഓർഗാനിസം ഓർഡർ ആൻഡ് ടേസ്റ്റ്. എന്താണ് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോ സാധാരണ നമ്മൾ പാസ്ചറൈസേഷൻ ഒക്കെ ചെയ്യാൻ മിൽക്കിന് വേണ്ടിയിട്ടൊക്കെയാണ്. അവിടെ എന്താണ്, നമ്മളെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നശിപ്പിക്കാനും പാടില്ല. അത് മാത്രല്ല അതിന്റെ ഓർഡറിനും ടേസ്റ്റിനൊന്നും വ്യത്യാസം വരാതെ ഒരു മെറ്റീരിയൽസിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? പാസ്ചറൈസേഷൻ, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് അൺഡിസറബിൾ മൈക്രോ നമുക്ക് ആവശ്യമില്ലാത്ത മൈക്രോ ഓർഗാനിസത്തെ റിമൂവ് ചെയ്തിട്ട് ബെനഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം അതിന്റെ ടേസ്റ്റ്, ഓർഡർ ഒക്കെ നിലനിർത്തിക്കൊണ്ട് അതിനെ അൺഡിസറബിൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ. ഓക്കെ, ഇവിടെ എന്താണ്? ടു എലിമിനേറ്റ് ദ പാത്തോജനിക് ഓർഗാനിസത്തെയാണ് നമ്മൾ ഇവിടെ റിമൂവ് ചെയ്യുന്നത്. which case diseases like tuberculosis, brucellosis, Q fever, typhoid. അപ്പൊ ഇതൊക്കെ കേസ് ചെയ്യുന്ന മൈക്രോ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ റിമൂവ് ചെയ്ത് നമുക്ക് വേണ്ട ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെയും അതിന്റെ ഓർഡർ, അതിന്റെ ടേസ്റ്റ് എല്ലാം നിലനിർത്തി ആ ഒരു മെറ്റീരിയലിനെ, ഫോർ എക്സാമ്പിൾ മിൽക്ക്, ഓക്കെ, അവിടെ അങ്ങനെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പാസ്ചറൈസേഷൻ? ഫ്ലാഷ് പാസ്ചറൈസേഷൻ ഉണ്ട്, ബൾക്ക് പാസ്ചറൈസേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് അത്ര വിശദമായിട്ട് നമുക്ക് പഠിക്കാനില്ല. അപ്പോ ജസ്റ്റ് പാസ്ചറൈസേഷൻ ഏതിലാണ് വരുന്നത്? മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിലാണ് പാസ്ചറൈസേഷൻ വരുന്നത്. ദെൻ ബോയിലിംഗ് വാട്ടറും വരുന്നത് ഏതിലാണ്? പിന്നെ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിലാണ്. ദെൻ നമ്മൾ പഠിച്ച 3 ടൈപ്സ്. ഓക്കെ, അതായത് മോയിസ്റ്റ് ഹീറ്റ് ബിലോ 100 ഡിഗ്രി ആണെങ്കിൽ അതിന് എന്താണ് പറയാ? ഇൻസ്പിസേഷൻ. മോയിസ്റ്റ് ഹീറ്റ് അറ്റ് 100 ഡിഗ്രി ആണെങ്കിൽ ടിൻഡലൈസേഷൻ. മോയിസ്റ്റ് ഹീറ്റ് എബോവ് 100 ഡിഗ്രി ആണെങ്കിൽ അവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ഓട്ടോക്ലേവ് ആണ് യൂസ് ചെയ്യുക.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ പഠിക്കാനുള്ളത്. ദെൻ ഇത് ഓർത്ത് വെക്കുക. ഇൻസ്പിസേഷനിൽ നമ്മൾ നമ്മൾ ഓട്ടോക്ലേവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത് ഏതാണ് ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 121.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ ഇൻ 15 psi പ്രഷർ. ദെൻ നമ്മുടെ മറ്റേ ഡ്രൈ ഹീറ്റിൽ പഠിച്ച ഹോട്ട് എയർ ഓവനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കൺട്രോൾ ഏതായിരുന്നു? ഒന്ന് പറഞ്ഞു നോക്കൂ, ഏതായിരുന്നു? ക്ലോസ്ട്രിഡിയം ടെറ്റനി. അവിടെ യൂസ് ചെയ്ത ടെമ്പറേച്ചർ എത്രയാണ്? 160 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് ഫിസിക്കൽ മെത്തേഡിൽ നമ്മളിപ്പോ ഏതൊക്കെ പഠിച്ചോ? സൺലൈറ്റ് പഠിച്ചു, ദെൻ ഡ്രൈ ഹീറ്റ് മെത്തേഡ് പഠിച്ചു, ദെൻ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് പഠിച്ചു. നെക്സ്റ്റ് ടൈപ്പ് ആണ് റേഡിയേഷൻ. ഓക്കെ, റേഡിയേഷൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ പ്രോസസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് റേഡിയേഷൻ? അവിടെ 2 ടൈപ്സ് ഓഫ് റേഡിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അയണൈസിങ് റേഡിയേഷൻ ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻ. അപ്പൊ അയണൈസിങ് റേഡിയേഷന്റെ മറ്റൊരു പേരാണ് എന്ത്? കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഇത് നമ്മുടെ കഴിഞ്ഞൊരു എക്സാമിന് PSC എക്സാമിന് JSA തോന്നുന്നു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അയണൈസിങ് റേഡിയേഷന്റെ അതായത് കോൾഡ് സ്റ്റെറിലൈസേഷൻ അറിയപ്പെടുന്നത് ഏതാണ്? അയണൈസിങ് റേഡിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ എന്താണ് റേഡിയേഷൻസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ 2 ടൈപ്സ് ഉണ്ട്. അയണൈസിങ് റേഡിയേഷൻസും ഉണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷൻസും ഉണ്ട്. അപ്പൊ അയണൈസിങ് റേഡിയേഷന് പറയുന്ന ഒരു പേരെന്താണ്? കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് ഏതൊക്കെയാണ്? ഗാമ റേസ് ആൻഡ് എക്സ്റേസ്. ഓക്കെ, ഗാമ റേസും എക്സ്റേസും ആണ് നമ്മൾ കോൾഡ് സ്റ്റെറിലൈസേഷൻ അഥവാ അയണൈസിങ് റേഡിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗാമ റേസിന്റെയും എക്സ്റേസിന്റെയും ഒക്കെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് എന്തുണ്ട്? ഹൈലി പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. ഓക്കെ, ഹൈലി പെനിട്രേറ്റിംഗ് പവർ ടു സെൽസ് ആൻഡ് ടിഷ്യൂസ്. അപ്പൊ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽസും ടിഷ്യൂസിലും ഒക്കെ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് അവയെ നശിപ്പിച്ച് കളയാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ഗാമ റേസ് ആൻഡ് എക്സ്റേസിനുണ്ട്. നോക്കൌട്ട് ഇലക്ട്രോൺസ് ഫ്രം ദ പാർട്ടിക്കിൾസ് ആൻഡ് അയണൈസേഴ്സ്. അപ്പൊ എങ്ങനെയാണ് നശിപ്പിച്ചു കളയുന്നത്? ഇലക്ട്രോൺസിനെ നോക്കൌട്ട് ചെയ്ത് പാർട്ടിക്കിൾസിൽ നിന്നും ഇലക്ട്രോൺസിനെ നോക്കൌട്ട് ചെയ്തിട്ട് അവയെ അയണൈസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആർക്കുണ്ട്? ഗാമ റേസ് ആൻഡ് എക്സ്റേസ്. ദെൻ പ്രൊഡ്യൂസ് നോ ഹീറ്റ് ഇൻ മെറ്റീരിയൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവ എന്താണ്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിനെ കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പകരം അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്രിയേറ്റ് ഫ്രീ ഹൈഡ്രജൻ, ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ആൻഡ് പെറോക്സൈഡ് റാഡിക്കൽസ് വിച്ച് കേസ് ഇന്റർസെല്ലുലാർ ഡാമേജ്. അവിടെ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഫ്രീ ഹൈഡ്രജൻസ്, ഹൈഡ്രോക്സിൽ റാഡിക്കൽസ്, പെറോക്സൈഡ് റാഡിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിലെ ഇന്റർസെല്ലുലാർ ഡാമേജ് പ്രൊവൈഡ് ചെയ്യാണ്. അങ്ങനെ അവയെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോ മെയിൻ ആയിട്ടും ഇവിടെ അയണൈസിങ് റേഡിയേഷൻ എന്താണ്? ഇവിടെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള, കാരണം ഇവിടെ ഹീറ്റ് ഉണ്ടാവാൻ പാടില്ല. ഹീറ്റ് ഉണ്ടായാൽ അവിടെ ആ ഒരു മെറ്റീരിയൽ അത് സ്പോയിലേജ് ആയി പോകും. അങ്ങനെ നശിച്ചു പോകുന്ന അത്തരം മെറ്റീരിയൽസിനാണ്, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അയണൈസിങ് റേഡിയേഷൻ അഥവാ കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചില ഫുഡ്സ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെയാണ്. ഓക്കെ, ചില ഡ്രഗ്സിനും ഫുഡ്സിനൊക്കെ നമ്മൾ അധികം ഹീറ്റ് കൊടുത്താൽ അത് സ്പോയിൽ ആയി പോകും. അപ്പൊ അങ്ങനെ സ്പോയിൽ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണ്? ഫുഡിനും ഫാർമസ്യൂട്ടിക്കൽസിനൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? അയണൈസിങ് റേഡിയേഷൻ അല്ലെങ്കിൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് അയണൈസേഷൻ റേഡിയേഷന്റെ കാര്യങ്ങൾ. എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? റേഡിയേഷൻ വഴി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. 2 ടൈപ്സ് ഓഫ് റേഡിയേഷൻ ഉണ്ട്. അയണൈസിങ് റേഡിയേഷൻ ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷന്റെ മറ്റൊരു പേരെന്താണ്? കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്. എന്തുകൊണ്ടാണ് ആ നെയിം വന്നത് അതിന്? അവിടെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പകരം എന്താണ്? ഫ്രീ ഹൈഡ്രജൻ, ഹൈഡ്രോക്സിൽ റാഡിക്കൽ, പെറോക്സൈഡ് റാഡിക്കൽസ് ആണ്. അവിടെ റാഡിക്കൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ റാഡിക്കൽസ് ആണ് അവിടെ ഇന്റർസെല്ലുലാർ ഡാമേജ് നടത്തുന്നത്. then അവിടെ യൂസ് ചെയ്യുന്ന റേസ് ഏതൊക്കെയാണ്? ഗാമ റേസ് ആൻഡ് എക്സ്റേസ് ആണ്. ഓക്കെ, നമ്മുടെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള
ഫുഡ് മെറ്റീരിയൽസ്, ഫാർമസ്യൂട്ടിക്കൽ മെറ്റീരിയൽസ് ഇവയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയണൈസിങ് റേഡിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് എന്താണ്? നോൺ അയണൈസിങ് റേഡിയേഷൻ. നോൺ അയണൈസിങ് റേഡിയേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? യു വി റേഡിയേഷൻ ആണ്. അപ്പൊ യു വി റേഡിയേഷൻ എന്താണ്? ഷോർട്ടർ വേവ് ലെങ്ത് ആണ്, ദെൻ ലോ പെനിട്രേറ്റിംഗ് പവർ ആണ്. ഓക്കെ, അപ്പൊ എവിടെയാണ് നമ്മൾ ഈ യു വി റേഡിയേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ഡിസിൻഫെക്റ്റിംഗ് എൻക്ലോസ്ഡ് ഏരിയാസ്. ഇപ്പോൾ നമ്മൾ റൂമൊക്കെ നമുക്കൊന്ന് ഡിസിൻഫെക്റ്റിംഗ് ചെയ്യണം. അപ്പൊ ഹോസ്പിറ്റൽസിലൊക്കെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, ദെൻ എൻട്രി വേസ്, ദെൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആൻഡ് ലാബ്സ്. അപ്പൊ ഇവയൊക്കെ ഒന്ന് ഡിസിൻഫെക്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യു വി റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നത്. ദെൻ യൂസ്ഡ് ടു ഡിസിൻഫെക്റ്റിംഗ് ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അയണൈസിങ് റേഡിയേഷൻ ഏതാണ്? യു വി റേഡിയേഷൻ ആണ്. ദെൻ ക്യാൻ കിൽ മൈക്രോബ്സ് ബൈ കേസിംഗ് ഡാമേജ് ടു ദെയർ DNA ബൈ ഫോർമേഷൻ ഓഫ് തൈമിൻ ഡൈമർ. അപ്പൊ എങ്ങനെയാണ് ഇത് മൈക്രോബ്സിനെ കിൽ ചെയ്യുന്നത്? അവയുടെ DNA-യിലുള്ള നൈട്രജൻ ബേസ് പെയേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബേസ് പെയേഴ്സിൽ ഏതാണ്? ബേസ് പെയേഴ്സ് ഇപ്പോ തൈമിന് ഏതുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യേണ്ടത്? തൈമിന് ഏതുമായിട്ടാണ് പെയർ ചെയ്യുക? നമ്മുടെ അഡിനിനുമായിട്ടാണ്. എന്നാൽ ഈ തൈമിനുമായിട്ട് അവിടെ പെയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? തൈമിൻ ഡൈമർ ഫോം ചെയ്യും. അങ്ങനെ എന്താണ്? ആ മൈക്രോബ്സിനെ കിൽ ചെയ്യുന്നു. അതായത് DNA-യിലെ നൈട്രജൻ ബേസ് പെയേഴ്സിലെ അഡിനിനുമായിട്ട് പെയർ ചെയ്യുന്നതിന് പകരം തൈമിനുമായി പെയർ ചെയ്ത് തൈമിൻ ഡൈമർ ഫോം ചെയ്യാണ്. അങ്ങനെ എന്താണ്? മൈക്രോബ്സിനെ കിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോൺ അയണൈസിങ് റേഡിയേഷനിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ റേഡിയേഷന്റെ ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ, ഇതിന് അടുത്ത ഫിസിക്കൽ മെത്തേഡ് ആണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്താണ്? കോമൺലി എംപ്ലോയിഡ് ഫോർ സബ്സ്റ്റൻസസ് ദാറ്റ് കനോട്ട് ടോളറേറ്റ് ഹീറ്റ്. അപ്പൊ അധികം ഹീറ്റിനെ ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത സബ്സ്റ്റൻസിനെ സബ്സ്റ്റൻസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഫിൽട്രേഷൻ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ ലിക്വിഡ്സ് അതുപോലെ എയർ ഒക്കെ. സോളിഡ്സിന് സാധാരണ യൂസ് ചെയ്യില്ല. ലിക്വിഡ്സ്, എയർ ഇവയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത മെത്തേഡ്സിനാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. എ ഫിൽട്ടർ ഈസ് ടു സ്മാൾ ഫോർ എ പാസേജ് ഓഫ് മൈക്രോ ഓർഗാനിസം ബട്ട് ലാർജ് ഇനഫ് ഫോർ പാസേജ് ഓഫ് ലിക്വിഡ്സ്. ഓക്കെ, അപ്പൊ ഒരു ലിക്വിഡ് സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ആ ലിക്വിഡിന് പാസ് ചെയ്യാൻ കഴിയും, എന്നാൽ മൈക്രോ ഓർഗാനിസത്തിന് പാസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. Pore sizes between 0.2 to 0.45 micrometer are commonly used to remove particles from solutions that can be autoclaved. നമുക്കിവിടെ ഓട്ടോക്ലേവ് യൂസ് ചെയ്യാൻ പറ്റാത്തതിനാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുക. അപ്പൊ എത്ര ആയിരിക്കും അതിന്റെ ഫിൽട്രേഷനിലെ പോർ സൈസ് എന്ന് പറയുന്നത്? 0.2 to 0.45 മൈക്രോമീറ്റർ ആണ്. അപ്പൊ അതിലൂടെ എന്തിന് പാസ് ചെയ്യാൻ കഴിയില്ല? മൈക്രോ ഓർഗാനിസത്തിന് പാസ് ചെയ്യാൻ കഴിയില്ല. ആക്ട് ആസ് മെക്കാനിക്കൽ സീവ്സ്. ഒരു മെക്കാനിക്കൽ സീവ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Electrical charge of filter, electrical charge carried out by organism and the nature of the fluid become filtered can influence the efficiency of filtration. അപ്പൊ ഈ ഫിൽട്രേഷന്റെ എഫിഷ്യൻസിയെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഇലക്ട്രിക് ചാർജ് ഓഫ് ഫിൽട്ടർ, ഇലക്ട്രിക് ചാർജ് carried out by the organism and nature of the fluid. ഏത് ഫ്ലൂയിഡ് ആണോ നമുക്ക് ഫിൽട്ടർ ചെയ്യേണ്ടത് അതിന്റെ നേച്ചർ ഒക്കെ ഈ എഫിഷ്യൻസി ഓഫ് ഫിൽട്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദ ഫിൽറ്റർ പാഡ്. ആ ഫിൽറ്ററിൽ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ പാഡിന്റെ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? പൈറക്സ് ഗ്ലാസിന്റെ ഫിൽറ്റേഴ്സ് ഉണ്ട്, ഓർ സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്, ദെൻ സെയ്റ്റ്സ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ബെക്ക്ഫീൽഡ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ദെൻ ചാംബർലാൻഡ് ഫിൽറ്റേഴ്സ്, ദെൻ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും ഫിൽറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ജസ്റ്റ് ആപ്ലിക്കേഷൻസ് നോക്കാം. യൂസ്ഡ് ടു സ്റ്റെറിലൈസ് ഹീറ്റ് ലബൈൽ ലിക്വിഡ്. ഹീറ്റ് ലബൈൽ ആയിട്ടുള്ള ലിക്വിഡ്സിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. സച്ചസ് ഏതൊക്കെയാണ് ഹീറ്റ് ലബൈൽ ആയിട്ടുള്ള ലിക്വിഡ്സ്? ഹീറ്റ് ലബൈൽ എന്ന് പറഞ്ഞാൽ അതിന് ഹീറ്റ് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റ് സൊല്യൂഷൻ, സീറം, ആന്റിബയോട്ടിക് സൊല്യൂഷൻ, ഫാർമസ്യൂട്ടിക്കൽ ഫ്ലൂയിഡ്സ് ആൻഡ് സർട്ടൻ മീഡിയാസ്. അപ്പൊ ഇവയെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ കാർബോഹൈഡ്രേറ്റ് സൊല്യൂഷൻ, സീറം, ആന്റിബയോട്ടിക് സൊല്യൂഷൻസ്, ഫാർമസ്യൂട്ടിക്കൽ ഫ്ലൂയിഡ്സ് ആൻഡ് സർട്ടൻ മീഡിയാസ്. ഓക്കെ, അപ്പൊ ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ പറയുന്ന കാര്യങ്ങൾ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഫിൽട്രേഷൻ ആണ് പറയുന്നത്. ഹീറ്റ് ലെബൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്? കാർബോഹൈഡ്രേറ്റ് സൊല്യൂഷൻ, സീറം, ആന്റിബയോട്ടിക് സൊല്യൂഷൻ, ഫാർമസ്യൂട്ടിക്കൽ ഫ്ലൂയിഡ്സ്, ദെൻ സർട്ടൈൻ മീഡിയാസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ പ്രോസസ് യൂസ് ചെയ്യുന്നത്. then അതിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്താണ്? മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് വാട്ടർ. വാട്ടറിന്റെ മൈക്രോബയോളജിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടി നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. then ക്ലാരിഫിക്കേഷൻ ഓഫ് വാട്ടർ, then ഫുഡ് ആൻഡ് ഡ്രഗ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഫുഡിലും ഡ്രഗ് ഇൻഡസ്ട്രീസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സിൽ ഒന്നാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. then വൈറൽ പാർട്ടിക്കിൾ അനാലിസിസ്, വൈറസിന്റെ അനാലിസിസ്. ദെൻ ഇവിടെ ഓർത്തു വെക്കുക, ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽട്ടർ അഥവാ ഹെപ്പ ഫിൽട്ടർ യൂസ്ഡ് ഇൻ ബയോളജിക്കൽ എയർ ക്യാബിനറ്റ്സ്. അപ്പൊ ബയോളജിക്കൽ എയർ ക്യാബിനറ്റ്സിൽ വെച്ചിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽട്ടർ എന്ന് പറയുന്നത്, അഥവാ അതിനെ ഹെപ്പ ഫിൽട്ടർ എന്ന് പറയും. ആ നെയിം ഒന്ന് ഓർത്തു വെക്കുക. ദെൻ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഏതൊക്കെയാണ്? എന്തുകൊണ്ടാണ് നമ്മുടെ മെംബ്രെയിൻ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്? സെല്ലുലോസ് നൈട്രേറ്റ് ആൻഡ് സെല്ലുലോസ് ഡൈ അസറ്റേറ്റ്. ഓക്കെ, അപ്പൊ സെല്ലുലോസ് നൈട്രേറ്റും ഇതൊരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മെംബ്രെയിൻ ഫിൽറ്റർ എന്തുകൊണ്ടാണ് കമ്പോസ്റ്റഡ് ചെയ്തിരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെയാണ്? സെല്ലുലോസ് നൈട്രേറ്റ്, സെല്ലുലോസ് ഡൈ അസറ്റേറ്റ്. ഓക്കെ, ഇവ രണ്ടും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെംബ്രെയിൻ ഫിൽറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ്? ബയോളജിക്കൽ അനാലിസിസ് ഓഫ് വാട്ടർ. വാട്ടറിന് മൈക്രോ ബയോളജിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെംബ്രെയിൻ ഫിൽറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് നൈട്രേറ്റ് ആൻഡ് സെല്ലുലോസ് ഡൈ അസറ്റേറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫിൽട്രേഷനിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? നമ്മൾ എന്താണ് പറഞ്ഞത്? എന്തൊക്കെയാണ് ഇപ്പൊ പഠിച്ചത്? എന്താണ് സ്റ്റെറിലൈസേഷൻ? എന്താണ് ഡിസിൻഫെക്ഷൻ? ഓക്കെ, സ്റ്റെറിലൈസേഷനും ഡിസിൻഫെക്ഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് പഠിച്ചു. ഓക്കെ, സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കംപ്ലീറ്റ് റിമൂവൽ ആണ്. എന്തിന്റെ? എല്ലാ മൈക്രോ ഓർഗാനിസം, പാത്തോജൻസ് മാത്രമല്ല, കംപ്ലീറ്റ് മൈക്രോ ഓർഗാനിസത്തെ റിമൂവ് ചെയ്യാണ് ഇൻ ദയർ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആൻഡ് സ്പോർ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തെ മാത്രമേ കില്ല് ചെയ്യുന്നുള്ളൂ, അതിന്റെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ മാത്രം. ഓക്കെ, ഇതിനെന്താണ്? അതിന്റെ ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റി മൈക്രോബിയൽ ഏജന്റ് യൂസ്ഡ് ഓൺ ലിവിംഗ് ടിഷ്യൂ. ദെൻ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ ഏജന്റ് യൂസ്ഡ് ഓൺ ഇൻ അനിമേറ്റ് ഒബ്ജക്റ്റ്. ജീവനില്ലാത്ത വസ്തുക്കളിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയും. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ലിവിംഗ് ടിഷ്യൂസിൽ ഉപയോഗിക്കുന്നതിന് ആന്റി മൈക്രോബിയൽ ഏജന്റിനെയാണ് ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ പറഞ്ഞു. ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡ്സിൽ സൺലൈറ്റിനെ കുറിച്ച് പറഞ്ഞു, ഹീറ്റിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഹീറ്റില് എന്താണ്? ഡ്രൈ ഹീറ്റ് ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് ഉണ്ട്. ദെൻ ഓക്കെ, ദെൻ റെഡ് ഹീറ്റ് എന്താണ്? ഫ്ലെയിമിംഗ് എന്താണ്? ഇൻസിനറേഷൻ എന്തിനാണ് യൂസ് ചെയ്യുക? ദെൻ ഹോട്ട് എയർ സ്റ്റെറിലൈസേഷൻ പറഞ്ഞു. അതിന് ഹോട്ട് എയർ സ്റ്റെറിലൈസേഷനിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 160 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അവിടെ ഉപയോഗിക്കുന്ന ബയോളജിക്കൽ കൺട്രോൾ ഏതാണ്? ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഓക്കെ, ആ ഒരു ഓർഗാനിസത്തിന്റെ പേര് ഓർത്ത് വെക്കുക. ദെൻ മൈക്രോ ഓർഗാനിസത്തിന്റെ പേര് ഓർത്ത് വെക്കുക. ദെൻ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പറഞ്ഞു. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ 3 ടൈപ്സ് നമ്മൾ പഠിച്ചു. സ്റ്റീം ബിലോ 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇൻസ്പിസേഷൻ, സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ടിൻഡലൈസേഷൻ, സ്റ്റീം എബവ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഓട്ടോക്ലേവ്. ദെൻ ഇൻസ്പിസേഷനിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 80 to 85 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ എഗ്, സീറം ഇവയൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന മീഡിയത്തിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പിസേഷൻ യൂസ് ചെയ്യുക. ദെൻ ടിൻഡലൈസേഷൻ അറ്റ് 100 ഡിഗ്രി ആണെങ്കിൽ ടിൻഡലൈസേഷൻ ആണ്. ദെൻ ഓട്ടോക്ലേവിൽ എത്രയാണ് നമ്മൾ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത്? 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സൈ പ്രഷർ. ഓക്കെ, ദെൻ അവിടെ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കൺട്രോൾ ഏതാണ്? നമ്മൾ ഏതാണ് യൂസ് ചെയ്തത്? ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ്. ഓക്കെ, പിന്നെ എന്താണ് പാസ്ചറൈസേഷൻ? എന്താണ്
അതൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ റേഡിയേഷനെ കുറിച്ച് പറഞ്ഞു. 2 ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ഉണ്ട്. അയണൈസിങ് റേഡിയേഷൻ ആണ്, നോൺ അയണൈസിങ് റേഡിയേഷൻസ് ഉണ്ട്. അപ്പൊ അയണൈസിങ് റേഡിയേഷൻസ് ആണെങ്കിൽ എന്താണ്, കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയും. അവിടെ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് ഏതൊക്കെയാണ്, ഗാമ റേസ് ആൻഡ് എക്സ് റേസ് ആണ്. ദെൻ അവ എങ്ങനെയാണ് അതിനെ മൈക്രോ ഓർഗാനിസത്തെ കിൽ ചെയ്യുന്നത്, ഇവിടെ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, പെറോക്സൈഡ് റാഡിക്കൽസ്, ഹൈഡ്രോക്സിൽ റാഡിക്കൽസ്, ദെൻ ഫ്രീ ഹൈഡ്രജൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അവയാണ് ആ സെൽസിനെ ഡാമേജ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഏതിലാണ് നമ്മൾ അയണൈസിങ് റേഡിയേഷൻസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലാണ്. അഥവാ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയണൈസിങ് റേഡിയേഷൻസ് യൂസ് ചെയ്യുന്നത്. നോൺ അയണൈസിങ് റേഡിയേഷൻസ് എന്താണ്, അവിടെ നമ്മൾ ഏത് റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, UV റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അവ എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസത്തെ കിൽ ചെയ്യുന്നത്, തൈമിൻ ഡൈമർ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, തൈമിൻ ഡൈമർ ഉണ്ടാക്കും. അങ്ങനെയാണ് DNA കിൽ ചെയ്തിട്ടാണ് മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കുന്നത്. ദെൻ ഫിൽട്രേഷനിൽ മെയിൻ ആയിട്ട് ഈ ഹെപ്പ ഫിൽട്ടർ, അതിന്റെ എക്സ്പാൻഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അവിടെ മെംബ്രെയിൻ ഫിൽറ്ററിൽ നമ്മൾ എന്തുകൊണ്ടാണ് മെംബ്രെയിൻ ഫിൽറ്റർ ഉണ്ടാക്കുന്നത്, സെല്ലുലോസ് നൈട്രേറ്റ് ആൻഡ് സെല്ലുലോസ് ഡൈഅസറ്റേറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ടേബിളിലാക്കിയതാണ് ഇത്. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ടേബിളിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കുക എല്ലാവരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, സ്റ്റെറിലൈസേഷന്റെ ഫിസിക്കൽ മെത്തേഡ്. ദെൻ നമുക്ക് കെമിക്കൽ മെത്തേഡ്സ് പഠിക്കാനുണ്ട്. കെമിക്കൽ മെത്തേഡ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്ത ക്ലാസ് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കെമിക്കൽ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.